പിന്നെ നമ്മൾ വിൻഡോ ചെയ്യുന്നത് ഇതുപോലെ കംപ്ലീറ്റ് ലോക്കിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ലോക്കിംഗ് ആണ്. അപ്പോൾ വളരെ കുറച്ച് വെൽഡിങ്, ഈ ഒരു വെൽഡിങ് മാത്രമേ ഇവിടെ വരുള്ളൂ. ബാക്കി ലോക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ ഈ സൈഡിലാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് വെൽഡിങ്ങേ വരുള്ളൂ. ആ വെൽഡിങ് വന്ന ഏരിയയിൽ കംപ്ലീറ്റ്ലി നമ്മൾ കാറിന് ഉപയോഗിക്കുന്ന മെറ്റൽ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പ്രൈമർ അടിക്കുന്നത്. അതുകൊണ്ട് നല്ല വൃത്തിയായി കിടക്കും. ഇവിടെ ജോയിൻ്റൊന്നും അറിയാൻ കഴിയില്ല. നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ മെറ്റീരിയൽ ടാറ്റയുടെ മെറ്റീരിയൽ ആവുക എന്നുള്ളതാണ്. ടാറ്റയുടെ ഗാൽവാനിൻ്റെ മെറ്റീരിയൽ ആവുക എന്നുള്ളത്. രണ്ടാമത് വരുന്നത് നമുക്ക് ഈ വെൽഡിങ് വന്ന പോർഷനിലൊക്കെ തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മെറ്റൽ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ടതിന് ശേഷം പ്രൈമർ അടിക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് വേറൊരു ഇതിനകത്തൊരു ഓപ്ഷൻ വരുന്നത്, നമുക്ക് ഇതിപ്പോൾ 2 പാളി വിൻഡോ ആണ്. അപ്പോൾ നടുവിൽ വരുന്ന പാളി നമുക്കിത് ഇത്തിരി പൊള്ളയാണല്ലോ, സൗണ്ട് വരും. അപ്പോൾ സൗണ്ട് വരാതിരിക്കാൻ വേണ്ടി നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഓൾറെഡി ഒരു കട്ടിങ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചുറ്റികടുപ്പുറത്ത് അവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പൊങ്ങും. അവിടെ പൊങ്ങിയാൽ നമുക്ക് ഈ പീസ് ഇവിടെ എടുത്ത് കളയാൻ പറ്റും. ഈ സ്ക്വയറിൻ്റെ പീസ് എടുത്ത് കളയാം. കളഞ്ഞ ശേഷം നമുക്ക് അതിനകത്ത് കുറച്ച് സിമെൻറ്റ് ലൂസായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോസ്റ്റിനകത്ത് കംപ്ലീറ്റ്ലി ഒഴിച്ച്, ഇപ്പോൾ ഒരു പാർട്ടീഷനുള്ള പോസ്റ്റാണ്. പാർട്ടീഷനാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ കഴിയും. അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സിമെൻറ്റ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടക്കുമ്പോൾ ഉള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ മരത്തിൻ്റെ ആ ഒരു ഫീലിംഗ് വരും. ഇതാണ് അവർ വെൽഡിങ് വന്ന ഭാഗത്തൊക്കെ അവർ കാറിന് ഉപയോഗിക്കുന്ന മെറ്റൽ പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ തുരുമ്പിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല.